നമസ്കാരം. നാരായണ ഗുരുവിൻ്റെ ആത്മോപദേശ ശതകം 100 ധ്യാനങ്ങൾ. ധ്യാതാവ് ഗുരു നിത്യചൈതന്യയതി. ധ്യാനം 13. ത്രിഗുണമയം തിരുനീരണിഞ്ഞൊരീശൻ അകമലരിട്ടു വണങ്ങിയ ക്ഷമാറി സകലമഴിഞ്ഞു തണിഞ്ഞു കേവലത്തിൻ മഹിമയുമറ്റ് മഹസ്സിലാണ്ടിടേനം. ഈ കാണുന്ന മായാവിലാസങ്ങളെല്ലാം ഈശ്വരന്റെ വിഭൂതിയാണ്. സ്രഷ്ടാവായ ബ്രഹ്മദേവൻ ത്രിഗുണാംബികയായ ദേവിയുടെ പാദരേണുക്കൾ കൊണ്ട് സമസ്ത പ്രപഞ്ചവും ഇപ്രകാരം വിസ്താരമായി ചെയ്തിരിക്കുന്നു എന്ന് സൗന്ദര്യലഹരിയിൽ പറയുന്നു. ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ഹഠാത് ആകർഷിക്കുന്ന നാമരൂപ പ്രപഞ്ചം ഇതെന്നും ഞാനെന്നും ഉള്ള ഭേദം ജീവനിലുണ്ടാക്കിയിട്ട് അവയിൽ അഭിനിവേശവും അഭിമാനവും ഉണ്ടാക്കുന്നു. അതു കാരണം ഞാൻ ഇതറിയുന്നവൻ, ഞാൻ ഇത് അനുഭവിക്കുന്നവൻ എന്നിങ്ങനെയുള്ള ജ്ഞാതൃത്വ ബുദ്ധിയും ഭോക്തൃത്വ ബുദ്ധിയും കർത്തൃത്വ ബുദ്ധിയും ബലപ്പെട്ട് അഹന്തയും കാമവും വളർന്നുകൊണ്ടിരിക്കുന്നു. കൂടുതൽ കാമം കൂടുതൽ കർമ്മത്തിനും, കൂടുതൽ കർമ്മം കൂടുതൽ ബന്ധങ്ങൾക്കും കാരണമായിത്തീരുന്നു. ഇങ്ങനെ സൂക്ഷ്മത്തിൽ നിന്നും സ്ഥൂലത്തിലേക്കും, സ്ഥൂലത്തിൽ നിന്നും മൃത്യുവിലേക്കും സദാ ഉണ്ടായി മറഞ്ഞുകൊണ്ടിരിക്കുന്ന നാനാലോകങ്ങളുടെ കർത്താവാണ് ബ്രഹ്മദേവനെന്ന് പുരാണങ്ങൾ പറയുന്നു. ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നെല്ലാം പുരാണ കവികൾ വർണ്ണിച്ചിരിക്കുന്നത് വളരെ വിലപ്പെട്ട ചില സത്യങ്ങളുടെ പ്രതീകാത്മകമായ വർണ്ണനയാണ്. ലോകത്തെവിടെയുമുള്ള ആധ്യാത്മകൃതികളിൽ ഈ മാതിരിയുള്ള പ്രതീകാത്മകമായ വർണ്ണന കാണാം. ഇതുപോലെയുള്ള വേറെ 2 പ്രതീകങ്ങളാണ് ശിവനും ശക്തിയും. ശിവനെന്നും പരമേശ്വരനെന്നും മറ്റും പറയുന്നത് സർവാധിഷ്ഠാനമായിരിക്കുന്ന പരമാർത്ഥത്തെ ഉദ്ദേശിച്ചാണ്. ശക്തി എന്നു പറയുന്നത് യഥാർത്ഥവും കാൽപ്പനികവുമായ നാമരൂപങ്ങളുടെയും കർത്തൃകർമ്മങ്ങളുടെയും സങ്കല്പവികൽപ്പങ്ങളുടെയും അവർണ്ണനീയമായ ഈ മഹാപ്രപഞ്ചത്തെ നിരന്തരം പ്രഭവിപ്പിക്കുകയും പ്രലയനം ചെയ്യിക്കുകയും ചെയ്യുന്ന ഗതീയതയെയാണ്. ആകാശത്തിലും അന്തരീക്ഷത്തിലും ഭൂമിയിലും കാണപ്പെടുന്നതിനെയെല്ലാം ആകർഷകമാക്കുന്ന മായാവിനോദിനിയായ ശക്തിയെ ത്രിപുരസുന്ദരി എന്ന് വിളിച്ചു പോരുന്നു. എന്നാൽ പരമാർത്ഥജ്ഞാനം ഉണ്ടാകുമ്പോൾ ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും സമാകർഷകമായി തോന്നിയതെല്ലാം വ്യത്യസ്തമായ ഉണ്മയില്ലാത്തതായി ഭവിക്കുന്നു. ദേവി സകലമാന വിശേഷങ്ങളുടെയും വിഭൂതികളുടെയും പ്രഭവസ്ഥാനമാണെങ്കിൽ പരമേശ്വരൻ അതിൻ്റെയെല്ലാം പ്രളയസ്ഥാനമാണ്. അതുകൊണ്ട് ശിവപെരുമാനെ ത്രിപുരാന്തകൻ എന്ന് വിളിക്കുന്നു. ഈ ലോകങ്ങളെയെല്ലാം ധൂളിയാക്കി അതുകൊണ്ട് ശിവൻ തൻ്റെ ഭസ്മലേപന വിധി നടത്തുന്നതായി സൗന്ദര്യലഹരിയിൽ പറയുന്നു. അതിൻ്റെ രഹസ്യം ഇത്രയേ ഉള്ളൂ. ഓരോ പ്രാവശ്യവും മനസ്സ് പ്രാപഞ്ചികമായ വിശേഷങ്ങളിൽ ആകൃഷ്ടമായി അവയിൽ രമിക്കുമ്പോൾ അതിനെ വീണ്ടും വീണ്ടും
സർവേശ്വരനിൽ തിരികെ തിരികെ ലയിപ്പിക്കണം. അതിനായി വിഷയങ്ങളിലേക്ക് ബലാത്കാരമായി വശീകരിക്കപ്പെടുന്ന ഇന്ദ്രിയങ്ങളെ ഉള്ളിലേക്ക് തിരിച്ച് ആത്മാവിൻ്റെ സർവതന്ത്ര സ്വതന്ത്രമായ സ്വച്ഛതയിൽ ആനന്ദത്തിൻ്റെ നിറകടൽ ശാന്തമായി സ്ഥിതി ചെയ്യുന്നത് കാട്ടിക്കൊടുക്കണം. അപ്പോൾ മനസ്സ് മുക്തമാകും. പിന്നീട് ഇന്ദ്രിയ വിഷയങ്ങളിൽ വ്യാമോഹിക്കുകയില്ല. രാഗദ്വേഷങ്ങളാകുന്ന പാശങ്ങളെല്ലാം മുറിഞ്ഞു പോകും. ലോകത്തോടുള്ള കെട്ടുപാടുകളും കർത്തവ്യങ്ങളെപ്പറ്റിയുള്ള ഉദ്വേഗവും ശമിക്കും. മനസ്സ് തണുക്കും. മനോവൃത്തികൾ ശാന്തമാകും. ഈ ശരീരത്തിൽ മാത്രം ഒതുങ്ങിക്കൂടിക്കഴിയുന്ന നാശമുള്ള ഒരു കൃമികീടമാണ് താൻ എന്ന വിചാരത്തിനു പകരം നിത്യശുദ്ധമുക്തനായ പരമേശ്വരനിൽ താൻ അംഗമില്ലാതെ അണയുന്നു എന്ന ഐക്യബോധമുണ്ടാകുമ്പോൾ അത് അത്യാശ്ചര്യമുണ്ടാക്കിയേക്കാം. അതിനെയാണ് ഗുരു കേവലത്തിൻ മഹിമ എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ മഹിമയെയും സാധാരണമെന്ന് കരുതി വിട്ടുകളയണം. ഇപ്രകാരമുള്ള പരമാർത്ഥ ബോധമുണ്ടാകുന്നതിനും അതിനെ ശാശ്വതീകരിക്കുന്നതിനും മനോവൃത്തികളെ എപ്പോഴും ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്നും ഭഗവത് ചരണങ്ങളിലേക്ക് തിരിച്ചുകൊണ്ടിരിക്കണം. അതിനെയാണ് അകമലരിട്ടു വണങ്ങണം എന്ന് ഗുരു പറയുന്നത്. എപ്പോഴും ദൈവമേ എന്ന വിചാരം ജീവിതത്തെ നയിക്കുകയും ഭരിക്കുകയും പ്രകാശിപ്പിക്കുകയും ചെയ്യട്ടെ.